Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Prayer chete, ma'am. Oh yeah, please start. Dear God, please keep me happy today. Help me to be bright, cheerful, and gay. Help me to do the things you want me to be the others, kind and good. My parents, teachers, and friends do bless and keep us all in happiness and keep us all in happiness. Good morning. Thought for the day. Thought of the day. The purpose of education is to replace an empty mind with an open one. Thank you. Okay, Afna Shahin. Video on ചെയ്ത് വെച്ചേക്കണേണോ? But സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നില്ലേ? എല്ലാരും സർവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സർവേ ചെയ്ത് കഴിഞ്ഞു? ഇല്ല, കുഴപ്പമില്ല. അല്ല, വേറൊരു ബാച്ചിൽ സർവേ ചെയ്തതിന്റെ കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു ചോദിച്ചതാ. എന്തായാലും ചെയ്തു വെക്കൂ കേട്ടോ. ഓക്കെ, സോ പാർട്ട് 4 നിങ്ങൾക്ക് എവിടം വരെയായി? മിസ്സുമാരെ എവിടം വരെ എടുക്കുന്നുണ്ട്? പാർട്ട് 4 എവിടെയായി? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, ഞാൻ ഒരു 10 ക്വസ്റ്റ്യനുള്ള അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. മാർക്കിന്റെ നോക്കിയോ? മീൻസ് എന്തെങ്കിലും ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? Excuse me, ma'am. Guys, മാം, ഈ അസൈൻമെന്റ്സ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കും വേറൊരു കുട്ടിയും കൂടെ ഇതിലുണ്ട്, സുധന്യ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല മാം അസൈൻമെന്റ്സ്. പക്ഷെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് വർക്ക് കൊടുക്കുമല്ലോ, അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുന്നില്ല, നമുക്ക് എന്താന്ന് കാണുന്നില്ല. അപ്പൊ ഈ ഫ്രണ്ട്സ്മാരെല്ലാവരും ഗ്രൂപ്പിൽ ഇടുമ്പോഴാണ് ഞങ്ങളത് ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ അസൈൻമെന്റിൽ കാണുന്നില്ല. എന്തായാലും രാഖിയും അതുപോലെ തന്നെ റിജോയും നമ്മുടെ കൂടെ ടെക്നിക്കൽ ടീമിൽ നിന്നുണ്ട്. അവരത് കേൾക്കുന്നുണ്ടായിരിക്കും. ആഫ്റ്റർ ക്ലാസ് അങ്ങനെ ഇൻഫോം ചെയ്തോളാം, ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തോളാം. അത് നെറ്റ് വർക്കിന്റെ ആയിരിക്കും. എനിക്ക് ആദ്യം അങ്ങനെ വന്നിട്ട് റിഫ്രഷ് ചെയ്തിട്ട് ശരിയായിരുന്നു. ആണോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 വട്ടം ഞാൻ റിഫ്രഷ് ചെയ്തു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കി നോക്കി. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തോ? അതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഫോണില് വാട്സപ്പും എല്ലാം മെയിൽ അടക്കം ഫോർമാറ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇത് ഓപ്പൺ ആവുന്നില്ല. പിന്നെ ഇവര് ഫ്രണ്ട്സ്മാർ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ അസൈൻമെന്റ്സ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അപ്പോഴാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് മനസ്സിലാവുക. ടീച്ചർ പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ നമുക്ക് കാണണമെങ്കിൽ അസൈൻമെന്റിൽ ആദ്യത്തോടെ മാത്രമല്ലേ കാണുള്ളൂ. അതെ അതെ, ശരിയാ. അപ്പൊ അത് കാണുന്നില്ല നമുക്ക്. ക്ലാസ് റൂമിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും ക്വസ്റ്റിനെ കുറിച്ച്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചില മെസ്സേജസ് വരില്ലേ? അല്ലാതെ ഇപ്പൊ വർക്കിന്റെ അല്ലാതെ മെസ്സേജസും നമുക്ക് എക്സാംസ് വരുന്നുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടേ. അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ എക്സാംസ് ഒക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മെസ്സേജസും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ അസൈൻമെന്റ് എന്നുള്ള സംഭവം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കറങ്ങി ഒരു റൗണ്ട് ഇങ്ങനെ വരും. ആ കറങ്ങി വന്ന ശേഷം നോട്ട് സപ്പോർട്ടഡ് എന്ന് കാണിക്കും.
അങ്ങനെയാണ് വരുന്നത്. കുറെ ചെയ്ത് നോക്കി, പക്ഷെ ഇതുവരെയും ശരിയായി വരുന്നില്ല. പിന്നെ ഫ്രണ്ട്സുമാർ ഗ്രൂപ്പിൽ ഇടുമ്പോഴാണ് നമ്മൾ പക്ഷെ ആഡ് വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അസൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മാം തന്നെ ഈ 10 ക്വസ്റ്റ്യൻ ഇത് ഓപ്പൺ ആവുന്നേ ഇല്ല. ഉം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യം തുടങ്ങി ഇങ്ങനെ തന്നെയായിരുന്നോ അതോ? ഇല്ല, ഇപ്പൊ രണ്ട് മാസം ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ക്വസ്റ്റ്യൻസ് ഇവര് ഗ്രൂപ്പിൽ ഇട്ട് തരുമല്ലോ, അപ്പൊ ഞങ്ങൾ അത് നോക്കിയിട്ട് ചെയ്തിട്ട് അതങ്ങനെ ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിന് മുൻപുള്ള അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ വന്ന 2-3 ഞങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. പേര് ഇത് തന്നെയാണോ, പ്രൊഫൈലിൽ കാണുന്നത് തന്നെയാണോ ശരിക്കും? ശാശ്വനി MD. ശാശ്വനി. പിന്നെ സുകന്യോ? സുധന്യ. ഓക്കെ. ടീച്ചറെ, അതുപോലെ പിന്നെ റിസർച്ചിന്റെ കാര്യം പറഞ്ഞത് LKG കുട്ടികളുടെ ഒരു 5 ഫാമിലി വിസിറ്റ് ചെയ്തിട്ട് അതാണോ? സർവേ. നിങ്ങൾക്ക് LKG തന്നെ കിട്ടുന്നില്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ്സുകളില്ലേ, 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ബാച്ചിലർ MT6 ആണെന്ന് തോന്നുന്നു, അവര് MT6 MT5 അവർ ഒരു കുട്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോഷ്യൽ ലെവൽസിലുള്ളവരെ മീറ്റ് ചെയ്തു. ഭയങ്കര പുവർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, അതായത് സ്കൂളിൽ നിന്നുള്ള ഉച്ചഭക്ഷണവും അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് വീട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ പല ലെവൽസിലുള്ളവരെ മീറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും നല്ലൊരു ഡേറ്റാബേസ് അതിന് കിട്ടി. പിന്നെ അതുമല്ല, നമുക്കിപ്പം ലോക്കൽ അതോറിറ്റീസുമായിട്ട് ഇവരെ കണക്ട് ചെയ്ത്, ചിലപ്പോ ഈ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട്, എഡ്യൂക്കേഷൻ പാരന്റ്സിനൊന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്ന ഈ കുറെ സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ, അതിനെപ്പറ്റിയൊന്നും അവെയർ അല്ലാത്ത കുറെ പേരുണ്ടാവും. നമ്മളിങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ശരിക്കും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു പാർട്ട്, ഒരു ഫേസ് തന്നെ അതാണ്. നമ്മൾ എന്തെല്ലാം സപ്പോർട്ട്സ് ഉണ്ടോ അതുമായിട്ട് ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ കുറച്ച് കാശ് കൊടുത്തോണ്ടോ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും അവർക്ക് കിട്ടാനുള്ളതിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ കുട്ടികൾ ഈ സർവേയുടെ ഭാഗമായിട്ട് അതും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ സർവേ ചെയ്യുക, ഡേറ്റാബേസ് കളക്ട് ചെയ്യുക, നിങ്ങളുടെ അനാലിസിസ്, ഒപ്പീനിയൻ, അവിടെ എന്ത് ഇന്റർവെൻഷൻ നടത്തണം. പക്ഷെ ഇവർ കുറച്ചുകൂടെ അത് സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇറ്റ്സ് വെരി അപ്രീഷ്യബിൾ. ഇപ്പൊ അങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് ഒരേ ഫിനാൻഷ്യൽ ലെവൽ, സോഷ്യൽ ലെവൽ, അങ്ങനെ ഒരേ ലെവലിലുള്ളതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ളവരാകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവിടെ പറ്റും. നമ്മളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 2-3 കേസസ് അതുപോലെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകാതെ മടി പിടിച്ച് ഒളിച്ചിരിക്കുന്ന കുട്ടികള്, അതൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. പാരന്റ്സിന് എഡ്യൂക്കേഷൻ ഇല്ല, അവർക്ക് എങ്ങനെയെങ്കിലും അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടി പണിക്ക് പോകും. കുട്ടികൾ സ്കൂളിൽ പോവോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർ നോക്കുന്നില്ല. ഇവര് സ്കൂളിൽ പോണ ടൈം ആകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു കേട്ടത്. സ്കൂളിൽ നിന്നും അന്വേഷിക്കാൻ വരുന്നില്ല. അതാണ് അതിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പം നമുക്ക് അങ്ങനെ പല സോഷ്യൽ ലെവൽസിലുള്ളവരെ നമ്മൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സപ്പോർട്ട്, ഒരു കാരണവശാലും ഡയറക്ട്ലി ക്യാഷ് കൊടുക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യരുത്. അവർക്ക് കിട്ടാനുള്ള പല അവകാശങ്ങൾ തന്നെ, റൈറ്റ്സ് തന്നെ ഉണ്ടാവും. അത് ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ, ബുക്സ്, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ക്യാഷ് കൊടുക്കും. ഒരു +2 വരെ പഠിക്കുമ്പോൾ മന്ത്ലി ഇത്ര, കല്യാണത്തിന്റെ ടൈം ആകുമ്പോൾ ഇത്ര, അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ കുറച്ച്, അപ്പൊ ഞാൻ പറഞ്ഞു, ശിശുക്ഷേമ വികസന വകുപ്പുണ്ടല്ലോ, ICDS-ഉമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ആദ്യം അംഗൻവാടികളിൽ അറിയിക്കുക. അവിടെ നിന്നും ശിശുക്ഷേമ വികസന വകുപ്പിലേക്ക് പോകും. അവിടെ നിന്ന് അവര് തന്നെ എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ കുറെ സ്കീമുകളുണ്ട്. ആ ബാച്ചിൽ നല്ലപോലെ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു RJ ഉണ്ട്. RJ ആണോ VJ ആണോ, റേഡിയോ ജോക്കിയാണോ വീഡിയോ ജോക്കിയാണെന്ന് എനിക്ക് ഓർമ്മ വരില്ല. ആ കുട്ടി കുറെ സ്കീമുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സർവേ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം. പല സോഷ്യൽ ലെവൽസിലുള്ളത്, അതിൽ ഒറ്റ കുട്ടി അങ്ങനെ നോക്കാം കേട്ടോ. ഒറ്റ കുട്ടി, 2 കുട്ടി, 3 കുട്ടികൾ അങ്ങനെ വരുന്നത് നോക്കുക. പാരന്റ്സ് എംപ്ലോയിഡ് ആയത്, പാരന്റ്സിന് ജോലി. ഞാന് ഒരു വീട്ടിൽ ഈ സർവേയുടെ ഇതിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ട്വിൻസ് ആ കുട്ടികള്. അപ്പൊ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ കുട്ടികളുടെ അമ്മ, ആ കുട്ടികളുടെ ഹസ്ബൻഡ്, അവരുടെ വല്യമ്മ, അവരുടെ അമ്മ, അങ്ങനെ 3 പേരുള്ള വീട്ടിലാ പോയത്. അപ്പൊ ഇവര് 3 പേരും പറയണ 3 രീതിയിലാ. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യം പറയും. അപ്പൊ വല്യമ്മ, അവരുടെ അമ്മ പറയണത്, ഞങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനെ മാനത്ത് അമ്പിളിമാമനെ കാണിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തിറക്കി കാഴ്ചകൾ കാണിച്ച്. അവരുടെ വല്യമ്മ പറയണത്,
എന്താണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പണിയൊക്കെ ചെയ്യാനായിട്ട് പൊക്കോണ്ടിരുന്നപ്പോ വിശപ്പുണ്ടെ തനിയെ കഴിച്ചോളും. അങ്ങനെയായിരുന്നു അന്ന്. അപ്പൊ 3 പേരുടെ കാര്യം കിട്ടി. അത് ജനറേഷൻ കഴിഞ്ഞിട്ട് ജനറേഷൻ 3 പേരുടെ കാര്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തല്ലുന്നത്, കുട്ടികളെ അടിക്കാൻ പറ്റും അങ്ങനെയുള്ള അപ്പൊ ഇപ്പത്തേത് തല്ലില്ല, തല്ലാനേ സമ്മതിക്കില്ല. അപ്പൊ അവര് മുമ്പുള്ളവര് ആദ്യമേ വഴക്ക് പറഞ്ഞു നോക്കും, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പോ ഒക്കെ തല്ലു കൊടുക്കും. മുമ്പത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യമാണ് മുമ്പില്. അപ്പൊ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും 3 പേരുടെയും 3 രീതിയിലായിരുന്നു ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അനുഭവം തന്നെ കേട്ടോ അത്. ശരിക്കും അത് നമ്മുടെ ഒരു കുട്ടി പുട്ടുണ്ടാക്കുന്ന കഥ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ജനറേഷന്റെയും അവരുടെ കാലഘട്ടത്തില് ഇവര് പെൺകുട്ടികളായിരുന്നു നമ്മുടെ ട്രെയിനിങ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാള് തേങ്ങ ചിരകും, ഒരാള് പുട്ട് നനയ്ക്കും, അങ്ങനെ അമ്മയെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിറയെ തേങ്ങയൊക്കെ വെച്ച് പുട്ട് നന്നായിട്ടുണ്ടാക്കും. അത് കഴിഞ്ഞ് ഇതിന് മക്കൾ ഇതുപോലെ തന്നെ 3 മക്കൾ ഉണ്ടായപ്പോഴേക്കും തേങ്ങയെ വേണ്ടാന്നാണ് അവര് പറയണത്. കാരണം അതിനുള്ള മടി, ആ ജോലി ചെയ്യാനുള്ള മടി. അപ്പൊ അങ്ങനെ ഓരോ ജനറേഷനിലും ഓരോ വ്യത്യാസങ്ങൾ വരുന്നതേ പറയാണ്. ഇത് നല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യും. കാരണം നമുക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ലെവൽ ഓഫ് ലൈഫ്, ആളുകളുടെ ആ ജീവിത നിലവാരവും അതിനനുസരിച്ച് അവര് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നതും എഡ്യൂക്കേഷനും. ചില വീടുകളിൽ ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത പാരന്റ്സ് ഉണ്ടെങ്കിലും അവര് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലാത്തവരുണ്ട്. അങ്ങനെ പല മേഖലയും നിങ്ങൾ തിരഞ്ഞെടുത്താൽ കാണാം. 5 ഞാൻ മിനിമം പറഞ്ഞതാ, എത്ര വേണമെങ്കിലും ആകാം. അത്രയും പ്രിന്റ് ഔട്ട്സ് വേണ്ടി വരുമല്ലോ, അതേ ഉദ്ദേശിച്ച് മിനിമം 5 എന്ന് പറഞ്ഞതാണ്. ഒരു കമ്പാരിസണും കൂടെ വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും നമ്മൾ ചെയ്യണ്ടേ. നോക്കൂ, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. KG തന്നെ കിട്ടാൻ കുറച്ച് വിഷമമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 4th സ്റ്റാൻഡേർഡ് വരെയുള്ളത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മാം, നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മതിയോ, അതോ നമ്മൾ ഇനി വീടുകളിൽ തന്നെ പോയിട്ട് ചെയ്യണോ? ഈ സെയിം ഡേറ്റാസ് ആണോ കളക്ട് ചെയ്തിരിക്കുന്നത്? അതായത് ആ കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ പ്രശ്നം പറഞ്ഞാൽ കുട്ടീനെ അഡാപ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്. പക്ഷെ അച്ഛനും അമ്മയും അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തത്. പക്ഷെ ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ഓവർ കൺസെപ്റ്റ് കൊടുക്കുക അവര്. അതായത് ഇപ്പൊ ഈ ടീച്ചർക്കാണെങ്കിൽ ഇപ്പൊ കുട്ടി ഒരു ബൊക്കയില് മൊത്തം പൂവൊക്കെ ആയിട്ടാണ് ടീച്ചർക്ക് കൊണ്ടുപോകുന്നത്. ഒരു ബൊക്ക, അവന്റെ മൈൻഡിൽ മൊത്തം അവന്റെ 2 അമ്മമാരാണ്. അവൻ ഒന്ന് ടീച്ചർ ഒരമ്മ, ഒന്ന് അമ്മയൊരമ്മ. അപ്പൊ ടീച്ചറുടെ എങ്ങനെയാണോ ടീച്ചർ, അവരെന്ന് 2 ടീച്ചർമാരെ ഞങ്ങൾ മോണ്ടിസോറിയിലാണ് ഞങ്ങൾ ട്രെയിനിങ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു ക്ലാസ്സിൽ 2 ടീച്ചർമാരുണ്ട്. പക്ഷെ മറ്റു ടീച്ചറെ അവന് തീരെ ഇഷ്ടമല്ല. ആണോ? പക്ഷെ ഈ കൂടെ നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടും ആ ടീച്ചർ ഒരു പ്രായം കമ്മിയുള്ള ടീച്ചറാണ്. ആ ടീച്ചറെയാണ് അവന് ഇഷ്ടം. അപ്പൊ അവൻ ഒരു ദിവസം ടൂർ പോയിട്ട് മൈസൂർ എങ്ങാണ്ട് ടൂർ പോയപ്പോ അവിടെ പോയിട്ട് ഈ 1,500 രൂപ വിലയുള്ള ഒരു ബൊക്ക വാങ്ങിച്ചിട്ട് വന്നിരിക്കുക. അത് സംഭവം ഇങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ വാങ്ങിക്കാൻ പാടില്ല എന്നാണല്ലോ. ഇവൻ ആ ബൊക്കയും കൊണ്ട് സ്കൂളിലോട്ട് വന്നു. അപ്പൊ പ്രിൻസിപ്പൽ മാം ചോദിച്ചു, ഇതെന്താ നീ ബൊക്കയും കൊണ്ട് വരുന്നത് വെച്ചപ്പോ എന്റെ മാമിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ എന്റെ മാമിന് എന്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുക്കാന്ന്. പക്ഷെ ടീച്ചർക്ക് ഇത് മേടിക്കാൻ പാടില്ലല്ലോ, സംഭവം ഇത് മേടിച്ച് വെക്കാൻ പാടില്ലല്ലോ. ഇത്രയും വില കൊടുത്ത് ചെറിയൊരു പൂവൊക്കെ ആണെങ്കിൽ മേടിക്കാം. വലിയൊരു ബൊക്കെ നിറച്ച് റോസാപ്പൂക്കളായിട്ടുള്ള വലിയ ബൊക്കയും കൊണ്ട് അവൻ വരുന്നത്. അപ്പൊ ടീച്ചർ ചോദിച്ചത് എന്താ മോനെ ചോദിച്ചപ്പോ എനിക്ക് മാമിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അമ്മയും അച്ഛനും ഞാൻ പറഞ്ഞപ്പോ വാങ്ങിച്ചു തന്നാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര പ്രശ്നമായി. ആ ടീച്ചർ ആകെ ടെൻഷനായി പോയി. കാരണം ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഈ കുട്ടിയുടെ എന്താ പറയുക, ഈ കുട്ടീനെ ഇങ്ങനെ എടുത്തു വളർത്തിയത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും ഈ കുട്ടിക്ക് ഇങ്ങനെ ആരും എന്തെങ്കിലും ചീത്ത പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ അടുത്ത് ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് ആ കുട്ടി അങ്ങോട്ട് ടെൻഷനായിട്ട് അങ്ങനെ മൈൻഡ് കുട്ടീൻ്റെ മാറും. ഭയങ്കര നന്നായിട്ട് ടീച്ചർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മൊത്തം ഓറലല്ലേ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അതെല്ലാം പെട്ടെന്ന് മൈൻഡിൽ കയറും ആൾക്ക്. അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു കുട്ടിയുടെ ഞാൻ നോട്ട് ചെയ്ത്. നമ്മളിപ്പോ ഈ സർവേയുടെ ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവിലാണല്ലോ നമ്മൾ എഴുതുന്നത്. അവരുടെ ഒപ്പീനിയൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ അവരുടെ പാരന്റിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യും. നമ്മുടെ സർവേ അങ്ങനെയാണ്. പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവ്, നമ്മൾ പാരന്റ്സിന്റെ ഇടയ്ക്ക് എന്ത് ഇന്റർവെൻഷൻ നമുക്ക് നടത്താൻ പറ്റും ഇവരുടെ ചൈൽഡ് കെയർ പ്രോപ്പർ അല്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ്.
എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരുമായിരിക്കും. നമ്മളുടെ നല്ലൊരു ഒരു എന്തെങ്കിലും ഒപ്പീനിയൻ അവർക്ക് കിട്ടുമ്പോഴേ, ഒരു അഡ്വൈസ് അല്ല, അവരെ പറഞ്ഞു മനസ്സിലാക്കാവുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇവരില്ലാതെ ഓക്കെ. അങ്ങനെ അവരെ അഡോപ്റ്റ് ആ കുട്ടിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്ത് പാമ്പർ ചെയ്ത് അങ്ങനെ വളർത്തുന്നോണ്ടായിരിക്കും അത് വരുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 3-4 കുട്ടികളുടെ അവിടുത്തെ ഓരോ പ്രോബ്ലംസ് നമ്മൾ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഓരോ ക്ലാസ് നമുക്ക് 12 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം നമുക്ക് ഒരു ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ തരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കുട്ടികളുടെ അനുഭവങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പറ്റില്ല, ഒരു പാരന്റ്സുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് വേണമല്ലേ? പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവ്, അവരുടെ അഭിപ്രായമാണ്, അവരെങ്ങനെയാണോ കുട്ടിയുടെ ചൈൽഡ് കെയർ നടത്തുന്നതെന്നുള്ളത് നമ്മുടെ ഒബ്സർവേഷൻ. അത് നല്ലത് തന്നെയാണ് കേട്ടോ, അത് എഴുതി വെക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഗ്രോത്തിന് സഹായിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതില്. അതെ അതെ. ഓക്കെ. ഓക്കെ, സോ നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷനിലെത്തി. അപ്പൊ അസൈൻമെന്റും നിങ്ങൾ കുറേശ്ശെയായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? രണ്ടാമത്തെ റെക്കോർഡ് ഇനി മൂന്ന് പോയമോട് എഴുതാണ്ട് ബാക്കിയൊക്കെ. അത് പാരലലി ചെയ്തോളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടും. അതാണേ, പെട്ടെന്നായിരിക്കും മോഡൽ എക്സാം, മെയിൻ എക്സാം, വൈവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മള് വൈവ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് വർക്കുകളും ക്ലിയർ ചെയ്താൽ നല്ലതാണ്. ടീച്ചർ ഈ മാസം ലാസ്റ്റ് ഉണ്ടാവുമോ മോഡൽ എക്സാം? നമ്മളുടെ പാർട്ട് 3 ഇപ്പൊ യൂണിറ്റ് 4 അല്ലേ? ഈ പാർട്ട് 3 വേറെ ഏതെങ്കിലും ലെസൺസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? അശ്വിനി മിസ് എടുത്തിട്ടുണ്ട് അല്ലേ? ഡിഫൻസ് മെക്കാനിസോ? അതെ, ഡിഫൻസ് മെക്കാനിസം നീഡ്സും കഴിഞ്ഞോ? നീഡ്സും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇച്ചിരി അധികമുള്ളത് 7th യൂണിറ്റ് ആണ്. 7th യൂണിറ്റ് കഴിയുമ്പോഴേക്കും പാർട്ട് 4 തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡ്യൂളിന്റെ എക്സാം നടത്തും. അത് നമ്മൾ ഫസ്റ്റ് 2 ബാച്ചിന് ഫുൾ മോഡ്യൂൾ അങ്ങനെ എക്സാം ആയിരുന്നു. അത് മാറ്റി സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആണോ നടത്തുന്നതെന്നുള്ളത് അറിയില്ല. എന്തായാലും ലാസ്റ്റ് ഫൈനൽ എക്സാം സബ്ജക്ട് വൈസ് ആണ്. സബ്ജക്ട് വൈസ് ആവുമ്പോഴേക്കും നമുക്ക് ഡിപ്ലോമക്കാർക്ക് 6 സബ്ജക്ട്, ഡിപ്ലോമയ്ക്കും PGക്കും 6 സബ്ജക്ട് കോമൺ ആയിരിക്കും. അത് മോഡ്യൂൾ 1 മാത്രമാണ് കേട്ടോ 6 സബ്ജക്ട്. ഒരു സ്പ്ലിറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം, അറിഞ്ഞിരിക്കണം, നല്ലതാ. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തരും. സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്? നമ്മളുടെ പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അത് 8 യൂണിറ്റ്സ് ഉണ്ട്. അതൊരു സിമ്പിൾ ആണ്, കണ്ടന്റും വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സോ ആ ഒരു പാർട്ട് 1 ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, 8 യൂണിറ്റ്സ്. ഈ രണ്ടാമത്തെ സബ്ജക്ട് പാർട്ട് 2 യൂണിറ്റ് 1 തുടങ്ങി 5 വരെയും ചൈൽഡ് ഡെവലപ്മെന്റ്. അതിനകത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഈ 5 യൂണിറ്റ്സ് വരും. അപ്പൊ അത് രണ്ടാമത്തെ സബ്ജക്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. ദെൻ മൂന്നാമത്തെ സബ്ജക്ട് സൈക്കോളജി, അതിലെ ബാക്കി പോർഷൻസ് യൂണിറ്റ് 6 തുടങ്ങി 10 വരെ. അതാണ് മൂന്നാമത്തെ സബ്ജക്ട്. ഫസ്റ്റ് 1 പാർട്ട് 1 മുഴുവനും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒരു സബ്ജക്ട്. സെക്കൻഡ് 1 പാർട്ട് 2 പകുതി മോഡ്യൂൾ, പാർട്ട് 2 യൂണിറ്റ് 1 തുടങ്ങി 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്. തേർഡ് സബ്ജക്ട് സൈക്കോളജി, യൂണിറ്റ് 6 തുടങ്ങി 10 വരെ. പിന്നെ ഫോർത്ത് സബ്ജക്ട് അത് പാർട്ട് 3 നിന്നാണ്, മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. പാർട്ട് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് 1, 3, 4, 5 ആൻഡ് 6. 2 അടുത്ത സബ്ജക്റ്റിലാണ്, അതുകൊണ്ടാണ് 1, 3, 4, 5 ആൻഡ് 6 അങ്ങനെ 5 യൂണിറ്റ്സ്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ഈ 5ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അത് യൂണിറ്റ് 2, 7, 8, 9, 10. അത് 5ാമത്തെ സബ്ജക്ട് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. യൂണിറ്റ് 2,
7, 8, 9, 10. ഇനി പാർട്ട് 4 അതും കണ്ടന്റ് വളരെ കുറവാണ്. സോ അതും ഒറ്റ സബ്ജക്റ്റ് ആണ്. 6ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. പാർട്ട് 4 യൂണിറ്റ് 1 തുടങ്ങി 10 വരെ. അങ്ങനെ 6 സബ്ജക്ട്സ് ആണ് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ എക്സാം നടക്കുമ്പോൾ സബ്ജക്ട് വൈസ് എക്സാം നടക്കും. മെയിൻ എക്സാം എന്തായാലും അങ്ങനെയായിരിക്കും. ഓരോ സബ്ജക്ട് ഒന്നുകൂടി പറയോ മാം? 6th 1 ആണോ? ഓക്കെ മാം, അതന്നെ. ലാസ്റ്റ് വൺ പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ക്ലാസ് റൂമിൽ വരും. ഏതൊക്കെ യൂണിറ്റ് ഏതൊക്കെ സബ്ജക്റ്റിനാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടോ. ഇതാണ് തിയറി പേപ്പേഴ്സ്. 6 തിയറി പേപ്പർ കോമൺ, ബോത്ത് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ടുള്ള 6 തിയറി പേപ്പർ ആണ്. എക്സാമിന്റെ രീതി 100-ലായിരിക്കും മാർക്ക്. ഇത് അപ്പോ ഡിപ്ലോമക്കാർക്ക് തിയറിക്ക് മാത്രം 600 ടോട്ടൽ. ഓക്കെ. ഈ PGക്ക് 2 പേപ്പർ എക്സ്ട്രാ ഉണ്ട്. അത് നിങ്ങളുടെ ആ 2 മോഡ്യൂൾസ് ആണ്. PGക്കുള്ളത് 2 പേപ്പർ ആയിട്ടാണ്, 2 പേപ്പർ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ PGക്ക് 8 സബ്ജക്ട് വരും. 800-ലായിരിക്കും PGയുടെ മാർക്ക് തിയറി. ഡിപ്ലോമ 600. 6 സബ്ജക്ട്സ് കോമൺ ഫോർ ബോത്ത് PG ആൻഡ് ഡിപ്ലോമ. PGക്ക് ആ 2 മോഡ്യൂൾസ് ഇല്ലേ, അത് 2 സബ്ജക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 7ാമത്തെ സബ്ജക്ട്. മോഡ്യൂൾ 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് മോഡ്യൂൾ 5. അങ്ങനെ 2 സബ്ജക്ട്. മാം നമ്മുടെ ടെസ്റ്റ് പേപ്പർ നടക്കണ പോലെ തന്നെയല്ലേ ഓപ്ഷനൊക്കെ ഉണ്ടാവും? ഓപ്ഷൻസ് തന്നെയാണ്, മോക്ക് ടെസ്റ്റ് തന്നെയാണ്. മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ തന്നെയായിരിക്കും. നിങ്ങൾക്കൊരു മോഡൽ എക്സാം മെയിൻ എക്സാമിന് മുമ്പ് ഉണ്ടാകും, അതിനുശേഷം മെയിൻ എക്സാം. ഡേറ്റ് വന്നോ മിസ്സേ? ഇല്ല, ഡേറ്റ് വന്നിട്ടില്ല. കാരണം നമ്മൾക്ക് മോഡൽ എക്സാം നടക്കണമെങ്കിൽ തന്നെ മോഡ്യൂൾ 3 നമ്മൾ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതലാകണം. പ്രാക്ടിക്കൽ കുറച്ച് കഴിയണം. മിസ്സേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് എക്സാം വരും. ഞങ്ങൾ ജൂൺ ബാച്ച് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് എക്സാം ജൂൺ മാസത്തിലേ ഉണ്ടാവുള്ളൂ? അതോ അതിനു മുമ്പ്? ജൂണില് നിങ്ങൾ തീരുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ അതല്ല, ഞങ്ങൾക്ക് എന്താണ് ജൂൺ മാസത്തിലെ എക്സാം എങ്കിൽ ഞങ്ങളുടെ ഇയർ ചിലപ്പോൾ പോവില്ലേ? അപ്പൊ നമ്മുടെ എക്സാം ഒരു ഇച്ചിരി നേരത്തെ മെയ് മാസം ജൂൺ ബാച്ച് ആവുമ്പോൾ നമുക്കല്ല, പിന്നെ ജൂൺ മാസത്തിലെ എക്സാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു സ്കൂളിലേക്ക് കിട്ടിയാൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ചുകൂടെ ലേറ്റ് ആവില്ലേ? ഓക്കെ, അത് ഞാനൊന്ന് പറയാട്ടോ. നല്ലൊരു നമ്മുടെ ഒരു ബാച്ച് നമുക്ക് ഒരു ഇയർ, ഒരു മാസത്തിന്റെ വ്യത്യാസത്തിൽ നമ്മുടെ ഒരു ഇയർ പോവില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. എക്സാം നേരത്തെ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും. പക്ഷെ എന്നാലും ചിലപ്പോൾ ഇതിനകത്ത് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നവരും കാലിബർ ഉള്ളവരും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു മാസത്തിന്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നമുക്കത് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിച്ചതാ. അതെ, മനസ്സിലായി. അപ്പൊ അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അപ്പോൾ നിങ്ങൾ MT4 അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഞാനിപ്പോ തിയറി പാർട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രാക്ടിക്കൽ സൈഡ്, പ്രാക്ടിക്കലിന് മാർക്ക് ഉണ്ട്. പ്രാക്ടിക്കലിലെ 4 സെഷനാണ് പ്രാക്ടിക്കലിന്. എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. മേക്ക് യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ് മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കലിലെ ഫസ്റ്റ് സെഷൻ. മേക്ക് ഉണ്ടാക്കുക, യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ് മോഡ്യൂൾ 3. ദെൻ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവാവോസ് 2ാമത്തെ സെഷൻ. എല്ലാത്തിനും 100 മാർക്സ് ആണ് കേട്ടോ. പിന്നെ ഞാനത് ടീച്ചിങ് പ്രാക്ടീസ് എന്തോ ഒന്നുകൂടി ഒന്ന് പറയാവോ ആ പ്രാക്ടിക്കൽ സെക്ഷൻ? പ്രാക്ടിക്കലിലെ ഫസ്റ്റ് 1 തിയറി പേപ്പർ എല്ലാം ക്ലിയർ ആയല്ലോ. ഡിപ്ലോമയ്ക്ക് 600. ടീച്ചർ എന്നിട്ട് എല്ലാം ഒന്നും കൂടി ഒന്ന് പറയണേ. യൂണിറ്റ്സ് ഓരോന്ന് ചിലത് എഴുതിയിട്ടില്ല. ക്ലാസ് റൂമിൽ ഇടാനായിട്ട് ഞാൻ എന്തായാലും പറയും. ഞാൻ ഒന്നുകൂടെ പറയാം, കുഴപ്പമില്ല. ഞാൻ പ്രാക്ടിക്കൽ ഒന്ന് പറയട്ടെ. പ്രാക്ടിക്കലിന്റെ 1ാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക്, യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ്. നമ്മുടെ മോഡ്യൂൾ 3 കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ നിറയെ വന്നിട്ടുണ്ട്. ഞാൻ അത് ഓൺലൈനായിട്ട് നിങ്ങളെ അത് കാണിക്കും. സോ നമുക്കത് ഫെമിലറൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിന്റെ ഒപ്പം തന്നെയായിരിക്കും നമ്മൾ 5ാമത്തെ റെക്കോർഡായ അപ്പാരറ്റസ് റെക്കോർഡ് എഴുതുന്നത്. സോ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ,
മേക്ക് മിസ്സേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കേ ഇതിനകത്ത് റെക്കോർഡ് എഴുതാൻ തന്നേക്കുന്നതിനകത്ത് റൈമിന്റെ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് ആ ബുക്കിനകത്ത്. അപ്പൊ നമുക്ക് അതിനകത്ത് സ്റ്റോറിയുടെ എഴുതാൻ പറ്റുമോ? സ്റ്റോറി അതിൽ തീരില്ലല്ലോ. സ്റ്റോറി തീരില്ല. അപ്പൊ നമുക്ക് മറ്റേ ആദ്യമേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമുക്ക് വേണമെങ്കിൽ ബാക്കി ഒരു കുറച്ച് പേജുകൾ ആഡ് ചെയ്താൽ മതിയെന്ന്, എന്റെ ബാക്കിലേക്ക് ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ ഇത് എന്റെ ഇപ്പൊ വലിയൊരു റെക്കോർഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് പകുതി വന്നപ്പോഴത്തേക്കും എന്റെ റൈംസിന്റെ എഴുതി ഇനി ഒരെണ്ണം കൂടെ എഴുതാനുള്ളൂ, ബാക്കി റൈംസ് എഴുതി കഴിഞ്ഞു. അപ്പൊ സ്റ്റോറി അതിനകത്ത് ബാക്കി എഴുതാൻ പറ്റുമോന്ന്? നമുക്ക് ഓരോന്നും ഓരോ റെക്കോർഡാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ സ്റ്റോറി അതിൽ തീരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഹാഫ് പോർഷൻ ക്രൈം, ഹാഫ് പോർഷൻ സ്റ്റോറി എന്നുള്ള രീതിയിൽ വെക്കായിരുന്നു. സ്റ്റോറി തീരുവോ? അത് എഴുതിയാലേ അറിയത്തുള്ളൂ. അത് അറിയത്തില്ല. പക്ഷെ പകുതി പേജുകൾ ബാലൻസ് കിടക്കും. ഞാൻ റെക്കോർഡ് മേടിച്ചപ്പോ അറിയാതെ വലിയ റെക്കോർഡാ മേടിച്ചും പോയെ. എന്താ പറയാ, എനിക്ക് ബാലൻസ് എത്ര പേജ് ഉണ്ടെന്ന് പിന്നീട് നോക്കി പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം സ്റ്റോറിക്ക് എത്ര വേണ്ടി വരും. അഥവാ ഒരു 5 ഷീറ്റ് ഒക്കെ പേസ്റ്റ് ചെയ്താൽ മതി. നടുക്കൊരു ഡിവിഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്തൊരു ഡിവിഷൻ സ്കൂളിലാ ഉള്ളത്. എനിക്ക് പിന്നെ വേറൊരു കാര്യം, മിസ്സിന്റെ നമ്പർ നമുക്ക് തരില്ലല്ലോ. എനിക്ക് പ്രോബ്ലം അല്ല, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അല്ല മിസ്സേ, മറ്റേ ക്ലാസ് എടുക്കുന്നതാന്ന് പറഞ്ഞപ്പോ ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് മിസ്സിന്റെ നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ ആയിട്ടേ. ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, കാരണം അത് ഞങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെടുവാണെങ്കിൽ നമുക്കത് നല്ലതായിരുന്നു. മിസ്സിന്റെ നമ്പർ കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നല്ലതായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു പേഴ്സണൽ ടൈമിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഇതാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ സാറിനോട് ഇത് കൺസേൺ പറയാട്ടോ, നീന് കുഴപ്പമില്ല, അതെനിക്ക് പ്രോബ്ലം ഇല്ല. കാരണം എന്റെ ഒരു ഹെൽത്തുള്ള സമയത്തോളം ഞാൻ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യം അത് ഞാൻ നോക്കാം. പിന്നെ പാരന്റ്സിന് ക്ലാസ് എടുക്കാനൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ഏതോ ബാച്ചിലെ പിള്ളേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സാറിനോടൊന്ന് പറയാട്ടോ, സംസാരിക്കാൻ കുഴപ്പമില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ ഞാനായിട്ട് തന്നെ നിങ്ങൾക്ക് എന്റെ നമ്പർ തരും, അത് പ്രശ്നമില്ലല്ലോ. പിന്നെ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും. കാരണം എടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവും, ഞാൻ അല്ലാത്ത ക്ലാസ്സസിന് പോകുന്നുണ്ടാവും. അപ്പൊ അതാണ് ഈ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യും, മെസ്സേജ് ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ശരിയാക്കാം. യെസ്, നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ, സാറ്റർഡേ അവൈലബിൾ ആണോ? സാറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഏത് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് ഒരു ദിവസം മതി പ്രാക്ടിക്കൽ സെഷൻസ് ചെയ്യാൻ, ഒറ്റ ദിവസം മതി. അല്ല, സാറ്റർഡേ ഉണ്ട് കുറച്ചും കൂടെ ഇതായിരിക്കും, അതാണ് ചോദിച്ചത്. സാറ്റർഡേ ആണെങ്കിൽ അത് ഏത് സാറ്റർഡേ ആണ് പറയാ, ഞങ്ങൾ മാത്രമല്ല തീരുമാനിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടെ പറയണമല്ലോ, എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ്. അപ്പൊ ഞാൻ കുട്ടികളോട് പറയാറ് എന്താണെന്നറിയോ, നിങ്ങൾ 3 ഡേറ്റ് കൺവീനിയന്റ് ആയിട്ട് എടുക്കുക, അതിൽ ഏറ്റവും ആപ്റ്റ് ആയത് ഏതാന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് 29th നെക്സ്റ്റ് വെനസ്ഡേ ഫസ്റ്റ് ബാച്ച് വരുന്നുണ്ട്. ഇത് സാറ്റർഡേ ഈ ജോലി കുഞ്ഞു കുട്ടികളുള്ളതേ അമ്മമാരെ ഏൽപ്പിച്ചുകൊണ്ട് പോരാലോ എന്ന് ഓർത്താണ്. മനസ്സിലായി. അത് സാറ് പറഞ്ഞത് എന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് അവർ പറയട്ടെ, അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതേ ഉള്ളൂ. നേരത്തെ ഒന്ന് പറയണം, അതിനനുസരിച്ച് ചിലപ്പോ എന്റെ ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ടാവും, അതൊക്കെ കൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ മതി. മാം, ഞങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയട്ടെ മാം. ഡിസ്കസ് ചെയ്തിട്ട് പറയും. അപ്പൊ പ്രാക്ടിക്കൽ സെഷനിലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, മേക്ക് യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ് മോഡ്യൂൾ 3, അതാണ് ഫസ്റ്റ് വൺ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പേടിക്കേണ്ട, നമ്മൾ ആ മോഡ്യൂൾ 3 നമ്മൾ ഫൈനലൈസ് ചെയ്യണതും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, കുറേ നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലേ, മാസ്കുകള്, ഫേസ് മാസ്കുകള്, അങ്ങനെ നമുക്ക് പേപ്പർ കൊണ്ടുള്ള ഒറിഗാമി വർക്കോ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കോ, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അതൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ റെക്കോർഡ് റൈറ്റിംഗ്, 5ാമത്തെ റെക്കോർഡിന്റെ റൈറ്റിംഗും അത് കംപ്ലീഷനും. 2ാമത്തെ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ അവേഴ്സ്. ഇത് കേട്ട് ടെൻഷൻ ആവണ്ട, കുറച്ചു പേർക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടില്ല, കുറച്ചു പേർക്ക് ഈ ഒരു വർഷം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ ഒരു കമ്പൽസറി രീതിയിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ അവേഴ്സ് ഒരുമിച്ചിട്ടിരിക്കുന്നത്. വൈവ നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. ഓൺലൈൻ ആയിരിക്കും, 10 to 15, 20 minutes മാക്സിമം, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോ
ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പോയി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ തരും. അതായത് ഒരു കുട്ടിക്ക് എഴുതാൻ അറിയില്ല, എന്ത് രീതിയിൽ അവനെ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതേ ചോദിക്കുള്ളൂ വൈവേക്ക്. മനസ്സിലായോ? ഈ 100 മാർക്സ് അവിടെ തരണ്ടേ? ടീച്ചിങ് പ്രാക്ടീസിന് പോയവരും ഉണ്ട്, പോകാത്തവരും ഉണ്ട്. പോകാത്തവര് കുറച്ചുകൂടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പോയവരുടെ ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വരാം. അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ കോഴ്സിന്റെ ഭാഗമാണ് ടീച്ചിങ് പ്രാക്ടീസ്. സാർ ഓറിയന്റേഷൻ വന്നപ്പോ അങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കൂ, ഒരു സെൽഫ് അനാലിസിസ്. നമ്മൾ ഇങ്ങനൊരു കാര്യം, നമ്മൾ നാളെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ആ ജോലിക്ക് കയറില്ലല്ലോ, ശരിയല്ലേ? അതുകൊണ്ട് പിന്നെ പ്രഗ്നന്റ് ആയവരുണ്ട്, കുഞ്ഞു ബേബീസ് ഉള്ളവർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ ജെന്യുവിൻ റീസൺ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇപ്പൊ തന്നെ ചെയ്യാം. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട്. 10 to 15 days മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഈ ഒരു സെഷൻ ടീച്ചിങ് പ്രാക്ടീസ് മാത്രമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 100 മാർക്സിന് എല്ലാവരും കമ്പൽസറി ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഡേറ്റിൽ തന്നെ പോണമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് ക്ലാസ് ഇല്ല, ക്ലാസ് സസ്പെൻഡ് ചെയ്തേക്കുക, ക്ലാസ് നടക്കില്ല. അപ്പൊ ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഇത്ര ഡേയ്സ് അത് കഴിഞ്ഞ് വരുമ്പോഴേ പിന്നെ നമുക്ക് ക്ലാസ് ലൈവ് ആവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ വൈവാവോസും ചേർത്തിരിക്കുക. അപ്പൊ 100 മാർക്സ് ഇതാണ്. പ്രാക്ടീസിന് പോകാത്തവർക്ക് വൈവ കുറച്ചുകൂടെ നിങ്ങൾ ജെന്യുവിൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ മൂന്നാമത്തത് റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. അതറിയാലോ, ഇവിടെ റെക്കോർഡുകള്, പിന്നെ നമ്മളിപ്പോ സർവേ റിപ്പോർട്ടൊക്കെ എഴുതിയിട്ടില്ലേ, അത് അസൈൻമെന്റ്. ഞാൻ ഇതൊന്നും കാണിക്കൂ, ജസ്റ്റ് ഷോ എന്നൊന്നും പറയില്ല. അസൈൻമെന്റ് നിങ്ങൾ ഓൾറെഡി ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കണം അങ്ങനെയല്ല പറയുക. ഇപ്പൊ സർവേക്ക് പോയപ്പോ നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, അങ്ങനെയുള്ളതായിരിക്കും ചോദിക്കുക. കംപ്ലീറ്റ് യുവർ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ അനാലിസിസ്. അല്ലാണ്ട് നമ്മൾ ജനറൽ നോളജ് ക്വസ്റ്റ്യനോ കറണ്ട് അഫയേഴ്സോ അങ്ങനത്തെ പരിപാടിയെ വൈവയ്ക്കില്ല, പ്രത്യേകിച്ച് മോണ്ടിസോറി മെത്തേഡില്. ഓക്കെ, നിങ്ങളുടെ അറിവ് അളക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ നോക്കിക്കണ്ടു ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോ, സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയപ്പോ, അല്ലെങ്കിൽ സ്കൂളിൽ പോയപ്പോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ, അത് മാത്രമാണ് വൈവയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തത് റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. പിന്നെ മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻക്ലൂഡിങ് ആർട്ട്, ക്രാഫ്റ്റ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ചിലർ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് കുറേ കാര്യങ്ങൾ ഈ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലരും ഉണ്ടായിരുന്നു, അതൊക്കെയൊന്നും എനിക്ക് ഓർമ്മയില്ല. പലതും ഇങ്ങനെ കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ സ്വന്തം ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് നമ്മള് ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗ, മെഡിറ്റേഷൻ, പിന്നെ അതുപോലെ നിങ്ങളുടെ സൈനിങ്, പ്രെയർ ചെല്ലുക, ഇതെല്ലാം ഇതിനകത്ത് പെടും. അതിന്റെ അർത്ഥം ആരുടെ പേര് നോട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മള് വൈവ സമയത്ത് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ജസ്റ്റ് ഷോ എനി ഓഫ് ദ ടീച്ചിങ് എയ്ഡ്, അതൊന്ന് പ്രസന്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആ, ഇത് മൂന്നാമത്തെ റെക്കോർഡില് ടീച്ചർ അതെ ഡ്രാമ സ്ക്രിപ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ടീച്ചർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിൻ ചെയ്തിട്ടോ? ഇല്ല, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഒന്ന് വലുതാക്കിയതാ, സ്ക്രീൻ ഒന്ന് വലുതാക്കിയതാ. അല്ല, മൂന്നാമത്തെ റെക്കോർഡിലെ ലാസ്റ്റ് വൺ ഏതെങ്കിലും ഒന്ന് എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതോ 3 എഴുതാനാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരെണ്ണമേ എഴുതിയിട്ടുള്ളൂ, ഒരു ഡ്രാമ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മൈമ ചെയ്തില്ല? അതാ ചോദിക്കണ, 3 ചെയ്യണോ? 3 ഒരുമിച്ച് ചെയ്യണോ? ചെയ്യണം, ചെയ്യാനുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. മൈം, അതായത് മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഡയലോഗ് ഇല്ല, നമ്മളുടെ കംപ്ലീറ്റ് ആക്ഷനിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുക.
അപ്പൊ ആ രീതിയിലൊരു സ്റ്റോറി എഴുതി വെച്ചാൽ മതി. ആ സ്റ്റോറി നമുക്ക് മയമാക്കി ആക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി, ഒരു മോറൽ കൂടെ ഉള്ളത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച്. അതെ, ഡ്രാമ, നോവൽ, മൈം എന്നാ കൊടുത്തിരുന്നത്. അപ്പൊ അതിൽ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 2 കൂടെ എഴുതണം അല്ലേ? അപ്പൊ എഴുതണം. ഓക്കെ. അതിന് പിക്ചേഴ്സ്, മൈമിന് പിക്ചേഴ്സ് വേണ്ട, പിന്നെ ഡ്രാമയ്ക്കും പിക്ചേഴ്സ് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലേ ഞാൻ എന്താ പറഞ്ഞത്? അതെ ടീച്ചറെ, ഇതൊക്കെ എഴുതി കഴിഞ്ഞാലും റെക്കോർഡ് കുറെ ബാക്കിയുണ്ട്. പേജസ് ബാക്കിയുണ്ടല്ലേ? നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോ ആകെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ മാത്രം കഥയായിട്ട് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കഥ കിട്ടുവാണെങ്കിൽ എഴുതി വെച്ചോളൂ, നമുക്കത് നല്ലതായിരിക്കുമല്ലോ. വേറെയും കുറെ എഴുതണ്ട ടീച്ചറെ. റിസർച്ച് ഒന്നും തൊട്ടിട്ടില്ല. ഇപ്പോഴത്തെ 10 ക്വസ്റ്റ്യൻസ് ഇപ്പോഴുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കഥയൊക്കെ മനസ്സിലാക്കി, ഇപ്പൊ കഥയൊക്കെ എഴുതാൻ പറ്റുന്നുള്ള ഇത് മനസ്സിലായില്ലേ? നമ്മൾ വിചാരിച്ച കഥ എഴുതാനും റൈം എഴുതാനും ഒക്കെ പറ്റുന്ന മനസ്സിലായില്ലേ? നോവലൊക്കെ എഴുതാൻ പറ്റുന്നു. ഇനിയും എഴുതുക. മാം ഞാനും നോക്കിയിട്ട് എന്നെ എഴുതൂന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. തുടങ്ങി കഴിഞ്ഞപ്പോ എവിടെ നിന്നെങ്ങാണ്ടൊക്കെ വരുന്ന മാതിരി മനസ്സിലേക്ക് വരുമോ? അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് വരും. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള യൂണിവേഴ്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോ ഹിന്റ് തരും, നമ്മുടെ മുന്നിലേക്ക് വരും എന്തെങ്കിലുമൊക്കെ. അത് വരും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഈ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലെവലേ മാറും. നമ്മൾ വേറെ എന്തൊക്കെയോ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും പലതും എഴുതാൻ തുടങ്ങിയത്. ഈവൻ സിനിമയുടെ ഒക്കെ റിവ്യൂ എഴുതാൻ തുടങ്ങിയത്. മറ്റേത് എനിക്കൊന്നും വരില്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ശരിക്കും അനലൈസ് ചെയ്ത് ഒരു മൂവി കണ്ടാലും ഒരു പാട്ട് കേട്ടാലും നമ്മൾ അതിനിങ്ങനെ റിവ്യൂ എഴുതാൻ തുടങ്ങുന്നതൊക്കെ അതിന് ശേഷമാണ്. അതൊക്കെ പിന്നെ പിന്നെ അങ്ങ് രസമായി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം ഒരിടത്ത് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലും ഒക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ട്രിപ്പ് പോയ സമയത്ത് അതിന്റെ റിപ്പോർട്ട് തുടങ്ങാൻ ഇച്ചിരി വിഷമായിരുന്നു. പക്ഷെ റിപ്പോർട്ട് എഴുതി വന്നപ്പോ ഭയങ്കര, എനിക്ക് തന്നെ ഞാൻ തന്നെയാണോ എന്നൊരു സംശയം തോന്നി. നമുക്ക് അങ്ങനെ തോന്നും, ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നും. അതുപോലെ നമ്മൾ എഴുതും. ഇത് എന്താ പറയാ, എഴുതി തെളിയെന്നൊക്കെ പറയില്ലേ, മാഷൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ, പൂകി തെളിയ, എഴുതി തെളിയ. നമ്മൾ കുക്കിംഗ് അങ്ങനെയല്ലേ, ആദ്യം ചെയ്യുന്നത് പോലെ ആവല്ല, നമ്മൾ ചെയ്ത് നമ്മൾ ശരിക്കും തെളിയ തന്നെ ചെയ്യും. നിങ്ങൾ എഴുതൂ, ശരിക്കും എഴുതും വായിക്കുകയും ചെയ്യണം. നമ്മൾ വളരാൻ ഏറ്റവും നല്ല ടൂൾസ് അതാണ്. നല്ല പോലെ എഴുതാം, നല്ല പോലെ വായിക്കാം. ഓക്കെ, സോ ഞാൻ പ്രാക്ടിക്കൽസിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. പ്രാക്ടിക്കൽസ് ഇതുപോലെ 4 എണ്ണം 100 മാർക്കാണ്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് എത്ര മാർക്കായി? തിയറിക്ക് 600, പ്രാക്ടിക്കൽസിന് 400, ടോട്ടൽ 1000. അത് മാർക്ക് ടെസ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത മാർക്ക് ഉണ്ടാകും. പിന്നെ PGക്കാർക്ക് തിയറിക്ക് 800, പ്രാക്ടിക്കൽസിന് 400. ഒരു ടെൻഷനും വേണ്ട, പറയാമോ? പറയാം. ഫസ്റ്റ് വൺ, മേക്ക് യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ്. കംപ്ലീറ്റ് മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചാണ് അത്, മോഡ്യൂൾ 3. സെക്കൻഡ് വൺ, ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ. തേർഡ് വൺ, റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്. ഒരു അസൈൻമെന്റ് എങ്കിലും എഴുതാത്ത ആരും ഉണ്ടാവില്ലല്ലോ നമ്മുടെ കൂടെ. ക്ലാസ്സിൽ കയറാത്തവരോടൊക്കെ ഇൻഫർമേഷൻ ഒന്ന് പറയണേ, കാരണം നമുക്ക് മാർക്ക് കിട്ടാനുള്ളതൊക്കെ അതല്ലേ. റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. ഫോർത്ത് വൺ ഞാൻ പറയാം, ഞങ്ങൾ തന്നെയായിരിക്കും വൈവ. കഷ്ടപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കൊക്കെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫെസിലിറ്റേറ്റർ ആയിരുന്നു വന്നത്. ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. 1.5 മണിക്കൂറായിരുന്നു വൈവ. നല്ല പോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് നല്ല പനിയായിരുന്നു. എന്റെ മാർക്കെല്ലാം വല്ലാതെ കുറയ്ക്കുമായിരുന്നു. എല്ലാവർക്കും വളരെ കുറവ് മാർക്കായിരുന്നു മാം ഇട്ടത്. അന്ന് ഞാൻ വിചാരിച്ചതാ, ഞാൻ ഇതുപോലെ വൈവയ്ക്ക് ആരെങ്കിലും വൈവ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആർക്കും മാർക്ക് കുറയ്ക്കില്ല. ബട്ട് യു ഹാവ് ടു ഡു സംതിങ്. ഒന്നും ചെയ്യാതെ നമുക്ക് മാർക്ക് തരാൻ പറ്റില്ലല്ലോ. സോ അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് വെക്കുക. മറ്റേ സർവേ റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റും ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക. അത് മൂന്നാമത്തെ, റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. നാലാമത്തത്, മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻക്ലൂഡിംഗ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്. നമ്മൾ ക്ലാസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരാൾ ലീഡ് ചെയ്ത് ഇതുപോലെ ക്രാഫ്റ്റോ ആർട്ടോ എന്തെങ്കിലും ചെയ്യിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കൂട്ടത്തില് ഫാബ്രിക് പെയിന്റ്, ഗ്ലാസ് പെയിന്റിങ്,
പിന്നെ എന്തെങ്കിലും പേപ്പർ ക്രാഫ്റ്റ് വർക്കുകൾ, ഒറിഗാമി, അങ്ങനെയുള്ള ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, വേസ്റ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ. പിന്നെ ഓല കൊണ്ട് നമ്മൾ കുറേ ഉണ്ടാക്കില്ലേ, അതൊക്കെ. അങ്ങനെ എന്തെങ്കിലും അറിയാവുന്നവര് മുന്നോട്ട് വന്നിട്ട് ഒരു ദിവസം ക്ലാസ് ലീഡ് ചെയ്യണം. നമ്മുടെ 2-3 ബാച്ചിൽ അതൊക്കെ ചെയ്തു. അപ്പൊ അത് ചെയ്യാം. അത് അങ്ങനെ പറ്റുന്ന ആരാ ഉള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ്സിൽ അതിനൊരു സെഷൻ വെക്കാം. പിന്നെ നേരത്തെ മുൻകൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യണം. കാരണം ചിലർക്ക് ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ഇരുന്ന് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. ആരാണോ ക്ലാസ് എടുക്കുന്നവര് അവരതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വർക്കൊന്നുമല്ല, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഫാബ്രിക് പെയിന്റിംഗ് ഒക്കെ വളരെ നല്ലത്. അതാണ് നമ്മളുടെ ഈ 4th പ്രാക്ടിക്കൽ സെഷൻ, മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സ് ഓൾറെഡി നിങ്ങൾക്ക് കുറെ അറിയാം. ലെറ്റേഴ്സ് ഉണ്ടാക്കാനും ആൽഫബറ്റ്സ് ഉണ്ടാക്കാനും, പിന്നെ ഇതുപോലെ വീൽ ചാർട്ട് ഉണ്ടാക്കാൻ അറിയൂ. എന്റെ വീൽ ചാർട്ട് അശ്വതി മിസ്സിന്റെ കയ്യിലിരിക്കുക. അതായത് നമ്മള് ഇങ്ങനെ വലിയൊരു സർക്കിൾ എടുക്കണം. കേക്ക് ബേസ് ഒക്കെ ഇല്ലേ, കേക്ക് ബേസ് അറിയില്ലേ? ഞങ്ങള് തെർമോക്കോളിലായിരുന്നു ചെയ്തത്. തെർമോക്കോളിന്റെ 2 സൈഡിലും ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിരുന്നു. പക്ഷെ തെർമോക്കോള് അലർജിക് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അതൊന്നും ഉപയോഗിച്ചില്ല. പിന്നെ അപ്പൊ കേക്ക് ബേസ് എടുക്കുക. കേക്ക് ബേസ് എടുത്തിട്ട് കേക്ക് ബേസിന്റെ 2 സൈഡും ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നടുക്ക് ഹോൾ ഇടുക. നടുക്ക് ഹോൾ ഇട്ടിട്ട് ഇപ്പൊ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. നമ്പേഴ്സ് ഉള്ളില് ഒരു കൊച്ചു സർക്കിളും കൂടെ വെക്കുക. ഞാൻ അശ്വതി മിസ്സിനോട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒന്ന് കാണിച്ചു തരാൻ പറയാം. മാമിനെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടില്. വീൽ ചാർട്ട്, വീലില്ലേ, WHEEL, വീൽ ചാർട്ട്. അത് നമുക്ക് വെജിറ്റബിൾസിന്റെ വീൽ ചാർട്ട് ഉണ്ടാക്കാം, ഫ്രൂട്ട്സിന്റെ വീൽ ചാർട്ട് ഉണ്ടാക്കാം. പേര് കൊടുത്തിട്ട് അതിന്റെ പിക്ചർ നമ്മൾ പുറത്തെ വീലില് പിക്ചർ ഒട്ടിക്കുക. നടുക്കത്തെ വീലില് അതിന്റെ പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കറക്കുമ്പോ ടൊമാറ്റോ എന്നുള്ളത് കറക്കി ടൊമാറ്റോയുടെ പിക്ചർ വരുന്ന ഭാഗത്ത് അങ്ങനെ അടിക്കുക. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ ഈ 2 സർക്കിളിനെയും കൂടെ 2 വീലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഫ്ലെക്സ് എന്തെങ്കിലും നമ്മള് ഇങ്ങനെ ഒരു കോല് പോലെ വെച്ചിട്ട് 2 സൈഡും ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് കറക്കാൻ പറ്റണം, നല്ല ഫ്രീ ആയിട്ട് കറക്കാൻ പറ്റണം. അപ്പൊ ഉള്ളിലത്തെ കറക്കുമ്പോൾ ഉള്ളില് നമ്മള് വേർഡ് എഴുതിയേക്കുക. ടൊമാറ്റോ, ബ്രിഞ്ചൽ, അങ്ങനെ പൊട്ടറ്റോ, അങ്ങനെ ഓരോന്നൊക്കെ, ഓണിയൻ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ പുറത്തെ വീലിൽ ഒട്ടിക്കുക. ഇതിങ്ങനെ കറക്കുമ്പോൾ ഓരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗമായിട്ട് കറക്കി വെക്കുക. കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ വെജിറ്റബിളിന്റെ ചെയ്യാം, ഫ്രൂട്ട്സിന്റെ ചെയ്യാം, നമ്പേഴ്സ് ചെയ്യാം, പിന്നെന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ കുറെ കളക്ഷൻ ബുക്കിൽ കുറെ കളക്ട് ചെയ്തില്ലേ ഓരോരോ അനിമൽസ് ചെയ്യാം, ബേർഡ്സ് ചെയ്യാം. കുട്ടികളെ ഫെമിലറൈസ് ചെയ്യിക്കാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ വീൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്പേഴ്സ് ഞാൻ സ്കൂളിൽ പോയ സമയത്ത് ഇപ്പൊ ഐ ഫീൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഗൂഗിളില് സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാ ഇതുപോലെ വീൽ ചാർട്ട്. അതുപോലെ എന്താ പലതരം സർപ്രൈസ്ഡ് എന്നുള്ള സ്മൈലി, അങ്ങനെ ഓരോന്ന്. അപ്പൊ ഓരോന്ന് ഇങ്ങനെ വെക്കുമ്പോ അത് കുട്ടികൾക്ക് ഏതാണോ കിട്ടുന്നത് അത് കുട്ടികളെ ആക്ഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്പർ വീൽ ചാർട്ട് ഞാൻ എങ്ങനെയാണ്, ഈ ഫ്രൈഡേ നിങ്ങൾക്ക് അശ്വതി മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പം മിസ്സിനോട് ഞാൻ പറയാമെന്ന് കാണിക്കാനായിട്ട്. നമ്പർ വീൽ ചാർട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉള്ളിലത്തെ കൊച്ചു സർക്കിളില് നമ്പേഴ്സ് എഴുതി 1 2 3 നമ്പർ ന്യൂമറൽസ് ആയിട്ട് എഴുതിയിട്ട് പുറത്തെ സർക്കിളില് ഞാൻ റെഡ് കളറില് ട്രയാങ്കിൾസ്, ഇപ്പൊ 1 ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ, 2 ആണെങ്കിൽ 2 ട്രയാങ്കിൾ. നിങ്ങൾക്ക് ട്രയാങ്കിളിന് പകരം വേറെന്ത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും ഷേപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഈ ലാസ്റ്റ് മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻക്ലൂഡിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. നമ്മളെ ക്ലാസ്സിൽ ഒരു സെഷൻ ആർക്കെങ്കിലും അറിയാവുന്നവര് മുന്നോട്ട് വന്നിട്ട് അത് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? എക്സാമിന്റെ സമയത്ത് നമ്മൾ ചെയ്ത് കാണിക്കണോ? ഇപ്പൊ അതിന്റെ എക്സാമിന്റെ സമയത്ത് നമ്മൾ അത് ചെയ്ത് കാണിക്കണോ? ചെയ്തൊന്നും കാണിക്കണ്ട. ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു ടീച്ചിങ് എയ്ഡ് കാണിക്കാൻ പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ഉണ്ടാകണം. അത്രേ ഉള്ളൂ. അങ്ങനെ ചോദിക്കുള്ളൂ. ടീച്ചിങ് എയ്ഡ് കാണിക്കുക, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ടീച്ചിങ് എയ്ഡ്സ് എന്തെങ്കിലും കാണിച്ചിരുന്നു ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കുക. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് വൈവ ചെയ്യിക്കണമെന്ന് ഇതുവരെ അങ്ങനെ തീരുമാനമൊന്നുമില്ല.
ബട്ട് ഐ പ്രിഫർ ഞാനും അശ്വതിയും തന്നെ ആണുള്ള രീതിയിൽ പ്രിഫർ ചെയ്തിരിക്കുവാണ്. ഞങ്ങളുടെ ബാച്ചുകാർക്ക് മിസ് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ബാച്ചുകാരുടെയൊക്കെ വേറെ ആളെ തീരുമാനിച്ചു. നടക്കണമല്ലോ, കാരണം ഒരാൾക്ക് 20 minutes എന്നൊക്കെ പറയുമ്പോ കുറേ പേര് ഇങ്ങനെ നമ്മള് എന്താ പറയാ ഒരു ഫ്രഷ്നെസ്സോട് കൂടി ഇരിക്കണമല്ലോ ഓരോരുത്തരും. 100ാമത്തെ ആളുടെ അടുത്തും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണ്ടേ. നിങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടായിരിക്കും വരെ, ഞങ്ങൾ അത്രയും നേരം ഇരിക്കല്ലേ. മിസ്സേ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ചാർട്ട് പ്രിപ്പയർ ചെയ്തതൊക്കെ അതാ അവിടെ തന്നെ ക്ലാസ് റൂമിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചായിരുന്നു. കാരണം അവരുടെ ക്ലാസ് റൂമിൽ അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പിള്ളേർക്ക് അപ്പൊ അത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ വെച്ചായിരുന്നു. ആ മിസ് ചോദിച്ചു, മിസ്സിന് ഇനി വേണാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചായിരുന്നു. ആ ഏകദേശം എക്സാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമ്മള് നീന പറഞ്ഞതുപോലെ മെയ് പകുതിയൊക്കെ ആവുമ്പോ കഴിയുന്ന രീതിയിൽ ഇപ്പോഴേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ വേഗം തീർക്കുക കേട്ടോ. പോർഷൻ തീരും, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ മറ്റേ ടീച്ചിങ് പ്രാക്ടിക്കൽസിന്റെ ഞാൻ ചോദിക്കാം, കാരണം ഫസ്റ്റ് ബാച്ചേ ഉള്ളൂ. അത് കഴിയുമ്പോ സെക്കൻഡ് ബാച്ച് ഉണ്ട്. ഇനി സെക്കൻഡും നിങ്ങളെയും കൂടെ, സെക്കൻഡും തേർഡും കൂടെ ഒരുമിച്ചാണ് ബാച്ച്. തേർഡ് ബാച്ച് എന്നുള്ള രീതിയിലാണ്. തേർഡും നിങ്ങളെയും കൂടെ ഒരുമിച്ചാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. വരുന്നത് കുറച്ച് പേരേ വരുന്നുള്ളൂ. ഫസ്റ്റ് ബാച്ചിൽ തന്നെ 80 സ്റ്റുഡൻസ് ഉള്ളവരിൽ തന്നെ 19 സ്റ്റുഡൻസേ വരുന്നുള്ളൂ. ദൂരം, കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസേൺസ് ഉള്ളതുകൊണ്ടേ. മൊത്തം എത്ര ബാച്ച് ഉണ്ട് മാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 10 ബാച്ച് ആയിട്ടുണ്ട്. പക്ഷെ 10 എന്ന് പറഞ്ഞാൽ 9 ബാച്ചസേ ഉള്ളൂ. കാരണം സെക്കൻഡും തേർഡും കമ്പൈൻഡ്. സെക്കൻഡ് ബാച്ചിൽ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരുമിച്ച് തന്നെ അതിനാക്കി. ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ അവരെ 2 and 3 ഒരുമിച്ച് ബാച്ച് തുടങ്ങില്ലേ? അത് 10 ആണ്. ഒരു 30 seconds വീഡിയോ വേണം പറഞ്ഞില്ല, അത് വൈവാ ടൈമിലേക്കാണോ വേണ്ടത്? അത് സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു വീഡിയോ 30 seconds ആക്ഷൻ സോങ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കണം. ഏതെങ്കിലും ആപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കും. നമ്മുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവരെ നമ്മൾ ആക്ഷൻ സോങ് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ആരോ ചോദിച്ചു, ആ ഒരു നാച്ചുറാലിറ്റി, ഒറിജിനാലിറ്റിക്ക് ഉദ്ദേശിച്ച് കുട്ടികളെ തന്നെ ഇരുത്തി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് ആയിരിക്കണം. മലയാളം പറ്റുമോ എന്ന് ആരോ ചോദിച്ചു. ഇംഗ്ലീഷ് ആട്ടോ നല്ലത്. ഏതാ? മതി. ആ 30 seconds കൊണ്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ഈ നിങ്ങൾക്ക് റെക്കോർഡ്സിൽ റൈം എഴുതേണ്ട സമയമായപ്പോഴേ എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ഒരു റൈം എഴുതിയിട്ട് ഇത് പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നൊരു 20 lines ഉണ്ട്. അതും ഭയങ്കര ലാംഗ്വേജ്. നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര റിഥമുള്ള, ടോണുള്ള റൈം മതി. അത് 10-12 ലൈൻസിൽ കൂടുതൽ അവർ ഡൈജസ്റ്റ് ചെയ്യില്ല. അവരുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആണ് നമ്മൾ റൈം ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് അവർക്ക് അറിയില്ല. അതായത് നിങ്ങൾ സത്യം പറയണം, കള്ളം പറയണമെന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷേ അതൊരു സ്റ്റോറിയിലൂടെ നമ്മൾ അവരെ കാണിച്ചു കൊടുത്താൽ, കേൾപ്പിച്ചു കൊടുത്താൽ, ഒരു റൈമിലൂടെ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് റൈംസും സ്റ്റോറീസ്, മൈം, നോവൽ, ഡ്രാമ, വട്ടെവർ ഇറ്റ് ബി നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കണം. അപ്പൊ ആക്ഷൻ സോങ്ങും അതുപോലെ തന്നെ ആയിരിക്കണം. അവരങ്ങ് എൻജോയ് ചെയ്യണം ആ ഒരു ആക്ഷൻ സോങ്. പലരും ക്രിയേറ്റ് ചെയ്തൊക്കെ ഭയങ്കര രസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിൽ സ്വന്തം മക്കളെ തന്നെ കളിപ്പിക്കുന്ന ചില ഇതൊക്കെ ഉണ്ടല്ലോ, വാവയുടെ കണ്ണവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അത് നല്ല രീതിയിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ ആ ആക്ഷൻ സോങ് ചെയ്തവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നല്ലതായിട്ട് പാടാനും ആ ഒരു ടോണൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ എളുപ്പമായിരിക്കും. ഈവൻ എനിക്കൊന്നും അത് ഇല്ലാഞ്ഞിട്ട് കൂടിയും കുട്ടികളുടെ കൂടെ കൂടുമ്പോഴുണ്ടല്ലോ, അവരുടെ അനുസരിച്ച് നമ്മൾ മാറും. നമുക്കൊരു താളമൊക്കെ വരും. അങ്ങനെ കുട്ടികളെ കുറെ നേരം നമുക്ക് എൻഗേജ് ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് ചില സ്കൂളിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അവര് ചില കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. ഏതോ ഒരു KG സെഷനിൽ വടി അടിച്ചൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് പറയണ്ടായിരുന്നു. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ നമ്മുടെ ട്രെയിനിയോട് പറഞ്ഞു. പക്ഷെ നമ്മളുടെ മക്കൾക്ക് അത് അറിയില്ലല്ലോ, നമ്മളെ എങ്ങനെയാ എടുക്കണ്ടേന്നുള്ള അങ്ങനെ രീതിയിലല്ലോ. അപ്പൊ അങ്ങനെ
നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ജോലിയാണെങ്കിലും ടീച്ചിങ് പ്രാക്ടീസ് ആണെങ്കിലും. ഓക്കെ, സോ പിന്നെ കുറെ ഇൻഫർമേഷൻസ് ഇങ്ങനത്തെ കഴിഞ്ഞു. യെസ് മിസ്, പിന്നെ ഈ റൈം റെക്കോർഡിലുണ്ടല്ലോ, നമ്മൾ ആൽഫബറ്റിക് സോങ് എഴുതുമ്പം 26 ലൈൻ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ABCD അന്നേരം 12 പറഞ്ഞത് മിനിമം. പക്ഷെ അത് എഴുതി വരുമ്പോ ഫുള്ള് 26 ഇതായിട്ട് വരുന്നുണ്ട്, ലൈനായിട്ട് വരുന്നുണ്ട്. ഓരോ ലെറ്റേഴ്സും വെച്ചിട്ട് ചെയ്തു അല്ലെ? അല്ല, അത് കേൾക്കാൻ രസമുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ ചെയ്തപ്പം ABCD 4 ലെറ്റേഴ്സ് വെച്ചിട്ടായിരുന്നു ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് നമുക്ക് നല്ല താളത്തിൽ കുട്ടികൾക്ക് പറഞ്ഞ ഇപ്പം ആൽഫബറ്റ്സ് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും പഠിപ്പിക്കില്ലല്ലോ. അപ്പൊ അതിന് സ്റ്റാൻസ് ആക്കിയിട്ട് 4 ലൈൻസ് ഫസ്റ്റ് ഡേ പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 6 ലൈൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ ചെയ്യിച്ചു നോക്കൂ. ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അത് മാറ്റണ്ട കേട്ടോ. ഏതായാലും ഒരു 10 minutes ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം. പോർഷൻസ് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് വരും കേട്ടോ. അത് കണക്കാക്കി അതിനനുസരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് പോർഷൻ ഏതിലാ എക്സാം വരണേ? പറയാൻ വിട്ടുപോയി. അതായത് ഇംഗ്ലീഷ് എക്സാമിന് വരുമ്പോ ഇപ്പം ഓരോ സബ്ജക്ട് വൈസ് പറഞ്ഞല്ലോ, അതിന്റെ കൂടെ 5 ക്വസ്റ്റ്യൻ എന്തായാലും ഇംഗ്ലീഷിന്റെ ആയിരിക്കും. ആക്ച്വലി മോണ്ടെസോറിക്ക് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് അല്ല, ഇറ്റ്സ് എ ടൂൾ. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. പക്ഷെ നമുക്കൊരു മോഡ്യൂൾ ആയിട്ടുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് ഇപ്പൊ 6 സബ്ജക്റ്റിന്റെ കൂടെ 5 ക്വസ്റ്റ്യൻ, പിന്നെ ഒരു സബ്ജക്റ്റിന് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്കായിരിക്കും ഒരു. ക്ലിയർ ആയോ? 50 ക്വസ്റ്റ്യനിൽ 45 ക്വസ്റ്റ്യൻസ് സബ്ജക്ട് റിലേറ്റഡും 5 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് റിലേറ്റഡും. അങ്ങനെ 6 സബ്ജക്റ്റിന്റെ കൂടെ 30 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഇംഗ്ലീഷിന്റെ വരും. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 1 hour ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഒരു കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. 100 ക്വസ്റ്റ്യൻ 1 hour വായിച്ചു നോക്കുന്നതാണോ 50 ക്വസ്റ്റ്യൻസ് 1 hour വായിച്ചു നോക്കുന്നതാണോ എളുപ്പം? 50 അല്ലേ? 50 ഓരോ ഓപ്ഷനല്ലേ ഉണ്ടാവുള്ളൂ ആൻസർ തിരിക്കാൻ. 4 ഓപ്ഷൻസ് ഉണ്ടാവും. MCQ തന്നെയാ. ആൻസർ ഓർമ്മല്ലേ ഉണ്ടാവുള്ളൂ. ആൻസർ തന്നെയാണ്. ഈ കൊറോണ ടൈമിലൊക്കെ ക്ലാസ് ഇങ്ങനെ 2 മാർക്കിന്റെ വന്നപ്പോ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു. അപ്പൊ 2 ക്ലിക്ക് ചെയ്തതിൽ മാർക്ക് കുറഞ്ഞു. അത് ശരി. അത് ഏത് കോഴ്സ് ആയിരുന്നു? അത് സാധാരണ പഠിച്ചോണ്ടിരുന്ന 10ലൊക്കെ. നമ്മളുടെ സാധാരണ MCQ നിങ്ങൾ ചെയ്യാറില്ലേ, അതിന്റെ അതേ മോഡൽ തന്നെയായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ 50, ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് മറ്റേത് 1 മാർക്കായിരുന്നിടത്ത് 2 മാർക്സ് ആയി. അതാ ഞാൻ ചോദിച്ചത്. ഇത് ഞങ്ങക്ക് തന്നോണ്ടിരുന്നപ്പോ ആദ്യമൊക്കെ ഓരോ മാർക്കിന്റെ ആയിരുന്നു. പിന്നെ ഈ മാർക്ക് 2 ആക്കിയത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ എല്ലാരും ആൻസർ ഓരോന്നാ ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ പകുതി മാർക്ക് പോയി. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ടാവുന്നു. എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇത് നമ്മൾക്ക് നമ്മുടെ MCQ പോലെ തന്നെ, ബട്ട് ക്വസ്റ്റ്യന്റെ നമ്പർ കുറച്ചു, ആൻസറിന്റെ വാല്യൂ കൂട്ടി. അതിപ്പോ ആൻസർ 1 മാർക്കിന്റെ ആൻസർ ആണെങ്കിൽ തന്നെയും നമ്മളത് 100ലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ അത് ചെയ്യണതും ഇങ്ങനെ ചെയ്യണതും ഒക്കെ സെയിം തന്നെയാണല്ലോ. ഓക്കെ, ഫൈൻ. സെൽഫ് കൺസ്ട്രക്ഷൻ എന്തെങ്കിലും പറയാൻ പറ്റും? ഒരുവിധം എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലാസ് റൂമിലൂടെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തതും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം വരും. ഓക്കെ, മൊഡ്യൂൾ 1 കഴിയുമ്പോ ആണോ എക്സാം, അതോ ഇപ്പൊ സബ്ജക്ട് വൈസ് നോക്കുമ്പോ കുറെ പോർഷൻസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞ സ്ഥിതിക്ക് പാർട്ട് 2ഉം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 സബ്ജക്ട് ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് നോക്കുവാണെങ്കിൽ കഴിഞ്ഞു. വേണമെങ്കിൽ 3 സബ്ജക്റ്റിന്റെ വല്ല എക്സാം ആയിട്ട് നോക്കാം, ചോദിച്ചു നോക്കാട്ടോ, ചോദിക്കാം. നമുക്കൊരു 5 minutes എന്തായാലും ഇതൊന്ന് വായിക്കാം. എവിടെ വരെ? യെസ്, ആ ഒരു കുട്ടിയുടെ കഥയെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്മോൾ തിങ്സിനോടുള്ള സെൻസിറ്റിവിറ്റി അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഉറുമ്പുകളെ ശ്രദ്ധിക്കണതും
അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അത് പിന്നെ ശ്വാസം അടക്കി പിടിച്ചതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് സ്മോൾ ഒബ്ജക്ട്സിനെ കാണുമ്പോൾ. കുട്ടിയുടെ ഒബ്സർവേഷൻ സ്കിൽ, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ പവർ, ഇതെല്ലാം കൂടുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മൂവ്മെന്റ്, അവർ ബാലൻസ് ആകുന്നത്, പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നടക്കുമ്പോൾ വീഴാതെ, കുറെ ആദ്യമൊക്കെ വീഴും, പിന്നെ അത് ശരിയായി അവർ ബാലൻസ് ചെയ്യുന്നു. വീഴാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കാനും ബാലൻസ് ചെയ്ത് നിൽക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നു. അവരുടെ ബോഡിയുടെ കോർഡിനേഷൻ ശരിയാകും. ഒരു കൺട്രോൾ, ബോഡിയുടെ കൺട്രോൾ അവർക്ക് വരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു 1.5 years വരുമ്പോൾ തന്നെ ബൗൾ കൺട്രോൾസ് ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചിരുന്നു. മോഷൻ, യൂറിൻ ഒക്കെ ആ ഒരു സെൻസിറ്റിവിറ്റി വരുമ്പോഴേക്കും അവർക്ക് അത് പറയാനും ഒക്കെ അറിയുന്ന ഒരു പ്രായമുണ്ട്. ലാംഗ്വേജ് 1 year ആവുമ്പോ ഒക്കെ തുടങ്ങി എന്തൊക്കെയൊക്കെയോ പറയാൻ തുടങ്ങും, പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അവര് ചിലപ്പോൾ അനിമൽ സൗണ്ട്സ് കേട്ടാൽ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അതത്ര ഇമിറ്റേറ്റ് ചെയ്യാത്ത കുട്ടികള് പലപ്പോഴും ആളുകളുടെ ഹ്യൂമൻ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുക. ചിലപ്പോൾ വളർന്നു വരുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് മിമിക്രി ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കാണാറില്ലേ. ശരിക്കും ഇമിറ്റേഷൻ എന്നുള്ള ടെൻഡൻസി എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ മനുഷ്യരിൽ ചെറുപ്പം തുടങ്ങി അബ്സോർബൻ മൈൻഡ് എന്നുള്ളൊരു കാര്യമുണ്ട്, എല്ലാം അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന രീതിയിൽ. പിന്നെ സോഷ്യൽ ആസ്പെക്ട്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, പിയർ ഗ്രൂപ്പിനോട് ഇൻട്രസ്റ്റ് കാണിക്കുക, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാകാനായിട്ട് കുട്ടി പഠിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് കളികളിൽ ഫുട്ബോള്, അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള കളികൾ കളിക്കാൻ ഇഷ്ടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നറിഷ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചെടി നടുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ആ ചെടിയുടെ വളർച്ച മുരടിച്ചു പോകും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും അതെല്ലാം. കാരണം കുട്ടിക്ക് ഓരോ കാര്യത്തോടും സെൻസിറ്റിവിറ്റി ഉണ്ട്. അവർ ഓർഡർ ഫോം ചെയ്യുന്നത് അത് ലോ ആകുന്നു ഈ ശരിയായ ഒരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ 5 senses യൂസ് ചെയ്തിട്ട് ഉള്ള ആ ലേണിംഗ് പ്രോസസ് അതും ലോ ആയി വരുന്നു. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുന്നു, ഒബ്സർവേഷൻ കുറയുന്നു. പലപ്പോഴും ഇങ്ങനെ വരുന്ന കുട്ടികൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ സ്മോൾ ഒബ്ജക്ട്സുമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ലാക്ക് ഓഫ് റൈറ്റ് എൻവയോൺമെന്റ് അതും കുറയ്ക്കും. കുട്ടികളിലെ ക്യൂരിയോസിറ്റി കുറയ്ക്കുന്നു. തിങ്കിങ് പവർ അപ്പൊ കുറയും. ഈ സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് ലാക്ക് ഓഫ് റൈറ്റ് എൻവയോൺമെന്റിൽ വളരെ കുറവായിരിക്കും. അത് അവരുടെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യും. നമ്മൾ ചെറുപ്പം മുതലേ ഇതെല്ലാം ശ്രദ്ധിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ചെടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. ശരിയായ ഒരു എൻവയോൺമെന്റിൽ ഉള്ള ഒരു ചെടി എന്ന് പറഞ്ഞാൽ അതിന്റെ വളർച്ച മുരടിച്ചു പോകും. നല്ലപോലെ പൂവിട്ട് പുഷ്പിച്ചു കായ്ഫലം തരണമെങ്കിൽ ശരിയായ ഒരു എൻവയോൺമെന്റിൽ തന്നെ ആ ചെടി വളരണുണ്ടോ, ശരിക്കും വെള്ളവും വെളിച്ചവും എല്ലാം അതിന് കിട്ടണം. സ്മോൾ ഒബ്ജക്ട്സിന്റെ സെൻസിറ്റിവിറ്റി റൈറ്റ് എൻവയോൺമെന്റിൽ ഇല്ലെങ്കിൽ അവരുടെ ലേണിങ്ങിനെ അത് അഫക്ട് ചെയ്യും. അത് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള കാര്യം കുട്ടിക്ക് ഉണ്ടാവില്ല, പാസീവ് ലേണിംഗ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്നല്ലാതെ ആക്റ്റീവായിട്ടൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ആലോചിച്ച് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടിലേക്ക് പോകുമ്പോഴും അവിടെ കുറവുകളായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. സെൽഫ് കൺട്രോൾ, ബോഡിയുടെ മൂവ്മെന്റ് കാര്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂവ്മെന്റ്സ് അത് തന്നെ ചില കുട്ടികൾക്ക് ആ നല്ലൊരു എൻവയോൺമെന്റിൽ വളരാത്ത, ഭക്ഷണം ശരിയല്ലാത്തതും ശരിയായ രീതിയിൽ കെയറിങ് ഇല്ലാത്ത കുട്ടികളും അവരുടെ ഒരു കൂടി അങ്ങനെ ഒരു ആ രീതിയിലൊക്കെ ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല അവരുടെ മൂവ്മെന്റിൽ. അതുപോലെ തന്നെ നമുക്കറിയാം മൂവ്മെന്റിൽ 2 മോട്ടോർ സ്കിൽസ് ആണ്, ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കില്ലും. അത് ഡെവലപ്പ് ചെയ്യുന്ന പ്രായമാണ് കുട്ടികളിൽ. അതെല്ലാം താന്നു പോകും ആ ഒരു. അപ്പം അജിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മാർട്ട്നെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളിൽ നല്ല രീതിയിലുള്ള ബോഡിയുടെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ശരിക്കും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്ന കാണുമല്ലോ. അതല്ല സ്കൂളുകളിൽ ചെറിയ എക്സസൈസുകളും PT പീരീഡ് ഇതുപോലെ കുറെ എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്നവർക്ക് ഒരു ഫിസിക്കൊക്കെ നല്ല രീതിയിലാവാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഈ ഒരു സെൽഫായിട്ട് ഇതെല്ലാം കുട്ടികളിൽ വരണം. അപ്പോഴാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ എല്ലാം കൂടും. ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു, അധികം ഇന്ററാക്ട് ചെയ്യില്ല. ഇവർക്ക് റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അവര് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകില്ല. അവരുടെ വൊക്കാബുലറി എല്ലാം വളരെ വീക്ക് ആയിരിക്കും. സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ അതിന് മനസ്സിലാവില്ല. ലേണിംഗ് ആ ഒരു ലാംഗ്വേജ് കുറേ കഴിയുമ്പോഴാണ് അവർ സംസാരിച്ചൊക്കെ തുടങ്ങുന്നതും. ചിലരെ അതുകൊണ്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും, സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുമ്പോൾ. പിന്നെ ചിലപ്പം
ഫിസിക്കലി അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെയുള്ളതും കൊണ്ടുപോകും. അല്ലാതെ ഈ റൈറ്റ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ കുട്ടി സംസാരിക്കുന്നതൊന്നും കറക്റ്റ് ആവില്ല, കോൺഫിഡന്റ് കുറവായിരിക്കും, അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ അവനെ തന്നെ അവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സെൽഫ് മെയ്ഡ് ആയാലാണ് ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓരോരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവനത് ചെയ്തു വരും. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നത് പലപ്പോഴും അത് ഉൾവലിഞ്ഞു പോകും. ഇങ്ങനെയുള്ള കുട്ടികൾ ശരി റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എപ്പോഴും ലോൺലിനെസ്, അങ്ങനെ ഒരു മൂക ഒരു ഒതുങ്ങി എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നത്, പിന്നെ എപ്പോഴും ഈ അറ്റൻഷൻ സീക്കിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും പാരന്റ്സിന്റെ അറ്റൻഷൻ വേണമെന്നൊരു തോന്നലുണ്ടാകും. അൺഫ്രണ്ട്ലി ആയിരിക്കും, സോഷ്യലൈസ് ചെയ്യാത്ത രീതിയിൽ ആയിപ്പോ. നമ്മൾ പറഞ്ഞ് 6 ഓർഡേഴ്സ് ഉണ്ട്. ശരിയായ എൻവയോൺമെന്റ് ആണെങ്കിൽ ഈ 6 സൈഡിലേക്കുമുള്ള സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ തന്നെ പോകും. എൻവയോൺമെന്റ് റൈറ്റ് അല്ലെങ്കിൽ അതെല്ലാം ലോ ആവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് സെൻസിറ്റീവ് പീരീഡിന്റെ കേസ് ആയിരുന്നു. ഇനി നമുക്ക് അബ്സോർബൻ പീരീഡ് ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അബ്സോർബൻ പീരീഡ് നമുക്കറിയാം, കുട്ടികൾ എന്ത് കിട്ടിയാലും അങ്ങനെ വിഴുങ്ങും. അത് അവരുടെ ഓരോ ഏജിൽ അവരുടെ മെമ്മറി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ചെയ്യാം. വീൽ ചാർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ സുധന്യ പേരെന്തായിരുന്നു? ശാശ്വനി മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. ബൈ.